നമസ്കാരം. മഹാകാളി ഹീലിങ്ങിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം മാറിപ്പോകുന്നതാണ്. നമ്മളുടെ ഹീലിങ്ങിന് വന്നേക്കണ ഒട്ടുമിക്ക ആളുകളുടെയും ഗ്യാസ്ട്രിക് പ്രോബ്ലം മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ധൈര്യമായിട്ട് എനിക്ക് പറയാം, കാരണം നമ്മൾ ചെയ്തു പോയേക്കുന്ന ആൾക്കാരൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഒരു ദിവസത്തിൽ നമ്മൾ ഒരു 3-4 പേരുടെ ഹീലിംഗ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മൾ ആ ഒരു വയ്യാണ്ട് ഇരിക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് ഹീലിംഗ് ഒഴിവാക്കുന്നത്. ഇടക്കിടക്ക് വയ്യാണ്ടാവുന്നുണ്ട്, എന്നാലും നമ്മളത് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. കാരണം ദേവിയുടെ ഒരു ദൗത്യമാണ്, അപ്പോൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടേതായിട്ടുള്ളൊരു സുഖങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ആളുകൾക്ക് ഇത് ചെയ്തു കൊടുക്കാനായിട്ട് ദേവി ആവശ്യപ്പെട്ടുകൊണ്ട് ആണ് നമ്മൾ അത്ര റിസ്ക് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തെ പറ്റി ഞാൻ ആദ്യമേ വീഡിയോസ് മുതൽ പഴയ വീഡിയോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസായി. ഇപ്പോൾ ടോപ്പിക്കുകളിൽ പല ടോപ്പിക്കുകളിലായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ചിലപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഉള്ള വീഡിയോസ് ഉണ്ട്. കാരണം പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് വേണ്ടാതെ ഇറക്കുന്നുണ്ട് ആ വീഡിയോ. അതിനകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഭക്ഷണം കഴിച്ചിട്ടുള്ള ഗ്യാസ്ട്രിക് പ്രോബ്ലം അല്ല ഉദ്ദേശിക്കുന്നത്, എനർജി റിലേറ്റഡ് ആയിട്ടുള്ളത്. അതായത് ബാഡ് എനർജി വന്ന് പിടിക്കുമ്പോൾ അത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ കഴുത്തിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരിക. കഴുത്തിലാണ് ഇതൊന്നും ഇങ്ങനെ പിടിച്ചിരിക്കുക, ആളിൽ പിടിച്ചിരിക്കുക. ഈ വിക്രമാദിത്യൻ്റെ കഴുത്തിൽ വേദാവധിക്കുന്നവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മുടെ വയറിലേക്കും കൂടി അറ്റാച്ച് ചെയ്യുന്നു. അപ്പോഴാണ് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം മാറാണ്ടിരിക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4 ദിവസം മുന്നേ ഞാൻ ഒരു ഹീലിംഗ് വർക്ക് ചെയ്തായിരുന്നു. ഭയങ്കര ബാധയുള്ള ഒരാളായിരുന്നു. ഈ വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം എനിക്ക് വന്നു. ഈ 2 കണ്ണിൻ്റെ അകത്തും ഭയങ്കര ശക്തമായ വേദന. അത് ഒരു പ്രത്യേക ഒരു വേദനയാണ്, പുകയുന്ന പോലത്തെ ഒരു വേദന. അതായത് അത് മാറുന്നില്ല. ഞാനത് കൊണ്ട് ഞാൻ കുറേ നടന്നു, പിന്നെ കടപ്പുറത്ത് പോയി കുറേ സമയം അവിടെ ഇരുന്ന് ചിലവഴിച്ചു, കണ്ണിൽ റെക്കി കൊടുത്തു. അങ്ങനെ പയ്യെ 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 അത് വിട്ടുപോയി നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് ആ വ്യക്തിയിൽ നിന്ന് വന്നതാണ് എൻ്റെ ശരീരത്തിലേക്ക്. ഇത് പകരുന്നുണ്ട് സംഭവം. അപ്പോൾ അത്ര റിസ്ക്കുള്ളൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ബോഡിയിൽ നിന്ന് അത് വിട്ടു പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര റിസ്ക്കുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ആ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇതുപോലെ എനിക്ക് വന്ന്, അപ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് മാറിയില്ല. അത് സെക്കൻഡ് ഡേയിലാണ് മാറിയത്. സെക്കൻഡ് ഡേയിൽ ഇതുപോലെ ഞാൻ ക്ഷേത്രത്തിൽ പോയി, മരണമായപ്പോൾ അവിടെ പോയി അവിടെ ഇരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എൻ്റെ കൂടെ മഹാകാളി ഉണ്ടല്ലോ, പിന്നെ എന്താണ് മാറത്തെ? നിങ്ങളിത് സ്വാഭാവികമായിട്ട് ചോദിക്കാം. ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ദേവതക്ക് ചില പരിമിതികളുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ദേവതന അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള ദേവതനെ ആശ്രയിക്കേണ്ടി വരും ചിലപ്പോൾ. അതൊക്കെ ഞാൻ തൊള്ളാണ്. അതിനെ നമ്മൾ ഒരു വിമർശന ബുദ്ധിമുട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിൽ സംഭവിക്കാം ഇതൊക്കെ. അപ്പോൾ ഞാനിപ്പോഴും പറയണല്ലേ, ഞാനൊരു സാധാരണക്കാരനാണ്. നമ്മൾ കിട്ടിയേക്കുന്ന കഴിവാണ്. അതുകൊണ്ട് എനിക്ക് സാങ്കേതികമായ പരിജ്ഞാനമൊന്നുമില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നതെല്ലാം വിജയിക്കുന്നുണ്ട്, അത്രേ എനിക്കറിയൂ. അപ്പോൾ ഇതേപോലെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ അമ്പലത്തിൽ പോയി ഞാൻ ഒരു അരമണിക്കൂർ അവിടെ മെഡിറ്റേഷൻ ചെയ്തു. അപ്പോൾ നമ്മുടെ അവിടുത്തെ ദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അത് പയ്യെ പയ്യെ ഇങ്ങനെ താഴ്ന്ന വയറ്റിൽ നിന്ന് ഇങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ ഗ്യാസ് കയറി വന്ന് വായിക്കിട്ട് പുറത്തേക്ക് പോവുകയും അപ്പോൾ തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലം മാറുകയും ചെയ്തു. പിന്നെ എനിക്കൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. അപ്പം ഇത് ഒരുപാട് പേര് ഇപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് വന്നതിൽ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂ കണ്ടുപോകാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് നല്ല മാറ്റങ്ങൾ ആ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ചെയ്യുന്ന സമയത്ത് തന്നെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ റെക്കി ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 21 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സ് 7 ഡേയ്സ് ഒക്കെ ഹീലിംഗ് ചെയ്യണം. സിംഗിൾ സെഷനിൽ ഒരു അത്ഭുതങ്ങൾ സംഭവിക്കാറില്ലെന്നല്ല ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അത്രയും പറയാൻ പറ്റില്ല. ഈ ബാധാ വിഷയങ്ങൾ റെക്കിക്ക് അത് മാറില്ല. ഞാൻ 25 വർഷം റെക്കി ചെയ്ത ആളാണ്, പഠിപ്പിക്കുകയും ഹീലിംഗ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷേ അതിനകത്ത് മാറാത്തതുകൊണ്ടാണ് ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് പോയപ്പോഴാണ് ദേവി എനിക്ക് ഈ സാധനം തന്നത്. എന്ന് വെച്ചാൽ അന്വേഷിക്കുവിൻ കണ്ടെത്തുന്നതാണ്. യൂണിവേഴ്സ് നമുക്ക് എന്തും തരാൻ തയ്യാറാണ്, നമ്മൾ അന്വേഷിക്കണം. നമ്മൾ ശക്തമായ രീതിയിൽ കൂടി പോയെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ അവിടെ അവസാനിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം, തീവ്രമായ ആഗ്രഹം വരുന്നു, ഹീലിങ്ങിൽ നമുക്ക് ഏറ്റവും വലിയൊരു മാസ്റ്റർ ആവണം എന്നുള്ളത്. എന്തും ചെയ്യാൻ പറ്റുന്നൊരു കഴിവ് എനിക്ക് ഉണ്ടാവണമെന്ന് പണ്ടേ മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. അത്രയൊന്നും ഞാനായിട്ടില്ല. എന്നിരുന്നാലും ഒരുമാതിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം എന്നൊരു പ്രയത്നം ആവാഹിച്ച് ലൈറ്റിലിട്ട് പറഞ്ഞേക്കാന്നുള്ളത് അതുവരെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഏത് ബാധകളാണെങ്കിലും, ഏത് രീതിയിലുള്ള ബാധകളാണെങ്കിലും എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ പറയാട്ടോ, നമ്മുടെ ഈ
കേരള ഭാഗത്തുള്ള ആളുകൾ ചെയ്യുന്ന മാന്ത്രികർമ്മങ്ങൾക്കൊക്കെ എൻ്റെ ഓട്ടത്തിൽ ഒരു 50% പവറേ ഉള്ളൂ. നമ്മളാ നോർത്ത് ഇന്ത്യയിലോട്ട് പോയാൽ അവിടെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന മാന്ത്രികർമ്മം എന്ന് പറഞ്ഞാലല്ല 1.5 പരിപാടിയാണ്. അത് എടുത്തു മാറ്റാനായിട്ട് ഇത്തിരി പ്രയാസമാണ്. നമ്മളിവിടുത്തെ മാന്ത്രികന്മാർക്കൊന്നും പറ്റൂല ചെയ്യാനായിട്ട്. എനിക്കും പറ്റൂല കേട്ടോ, ഉള്ള കാര്യം ഞാൻ പറയാം. ഞാൻ അങ്ങനത്തെ ഒരു കേസ് എടുത്തിട്ട് അത് ഞാൻ വേണ്ടെന്ന് വെച്ച്. കാരണം പറ്റാനായിട്ടല്ല, ഭയങ്കരമായ ബുദ്ധിമുട്ട്. നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഒരു കേസ് ഞാൻ വേണ്ടെന്ന് വെച്ചു. വേറെ ഞാൻ ചെയ്തിട്ടുണ്ട്, നോർത്ത് ഇന്ത്യൻസ് ക്ലൈൻസൊക്കെ എനിക്കുണ്ട്. പക്ഷേ ആ ഒരു പർട്ടിക്കുലർ കേസിൽ എനിക്ക് അത് യുപിയിലുള്ള ഒരു ക്ലൈൻ്റ് ആയിരുന്നു, UP ഉത്തർപ്രദേശ്. ആ ഒരു ക്ലൈൻറ്റ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ കടുകട്ടിയായിട്ടുള്ള മാന്ത്രികർമ്മങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ ചെയ്യുമ്പോൾ പഴുതടച്ച് ചെയ്യുമെന്നോ എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം വേറെ ആൾ ചെയ്യാൻ വന്നാൽ അയാളുടെ വഴി തെറ്റിച്ച് കളയുക, അയാളുടെ റൂട്ട് മാറ്റി കളയണ പരിപാടികൾ അവർ ചെയ്യും. നമ്മളുടെ വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് വണ്ടിയിൽ കൊണ്ടുവന്നൊരു ബൈക്കാരൻ കയറ്റി, അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-3 ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായത് വേണ്ട, വിശകാണ്. ഒരു 50% ഞാൻ ഹീലിംഗ് ചെയ്താണ്. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചു, വിട്ടുകളഞ്ഞു. നമ്മൾ രണ്ടും പറയണമല്ല, നമ്മൾ നല്ലത് നമ്മൾ ചെയ്യുന്ന നല്ലതും പറ്റാത്ത കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയും. എന്നെ കൂടെ പറ്റില്ലെങ്കിൽ ഞാൻ പറ്റില്ലെന്ന് പറയും. അങ്ങനെ ഒഴിവാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തന്നത്. ആ വിഷയം മാറിപ്പോയി. ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒത്തിരി പേർക്ക് ഇതുവരെ മാറിയിട്ടുണ്ട്. ഈ ഹീലിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വയറിങ്ങനെ ചുട്ടുന്ന അവസ്ഥ, അതായത് വീർത്തിരിക്കുന്ന വയറ് ചുട്ടിപ്പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റാറുണ്ട്. പലർക്കും അനുഭവിക്കാൻ പറ്റാറുണ്ട്. അതൊരു ഭയങ്കര അത്ഭുതമാണ്. അത് നമുക്ക് പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഞാൻ അഭിമാനത്തോടെ പറയും, നമ്മുടെ മഹാകാളി ഹീലിങ്ങിന് ഇതിന് സ്ഥായിയായിട്ട് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ചെയ്തു പോയാൽ നമ്മുടെ ക്ലയൻസ് അവർ പറയും. പക്ഷേ കമൻറ്റുകൾ ആരും ഇതിനകത്ത് അത് വിടാത്ത എന്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ വരുന്ന ക്ലയൻസ് അവരുടെ ആ ഒരു പ്രൈവസി അല്ലെങ്കിൽ ആ ഒരു രഹസ്യമായിട്ട് അത് ആണ് പലതും വരുന്നത് ചെയ്യാനായിട്ട്. അവർ പറയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് പറയരുത് സാറേ എന്ന് പറയുമ്പോൾ ഞാൻ പറയാറില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ആളുകൾ വളരെ കുറവാണ്. പക്ഷേ ആളുകൾ വരുന്നുണ്ട് നമ്മുടെ ചെയ്യാനായിട്ട്, ഒത്തിരി ആൾക്കാർ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഗ്യാസ്ട്രിക് ഇഷ്യൂ നിങ്ങൾ മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളൊന്ന് ഞാൻ ഈ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എൻ്റെ അടുത്ത് വരണമെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ഇതിനൊരു കാര്യമുണ്ട്, വലിയൊരു കാര്യമുണ്ട്. ഈ നെഗറ്റീവ് എനർജീസ് വന്നാൽ ഈ സ്ഥായിയായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം മരുന്ന് കഴിച്ചാലും നിങ്ങൾ മാറില്ല. അപ്പോൾ അത് മാറ്റാനായിട്ട് നിങ്ങൾ അമ്പലങ്ങളിൽ പോയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ ശക്തിയായിട്ടുള്ള ഗ്യാസ്ട്രിക് ഉള്ളവർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലോ ചോറ്റാനിക്കര അമ്പലത്തിലോ പോയി ഇരിക്കുക. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അവിടെ പോയി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ടാവില്ല, അത് മാറി നിൽക്കും. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ശക്തമായൊരു ബാധ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിലോട്ട് നിങ്ങൾ പോകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പടിവാതിലിൽ എത്തുമ്പോൾ ബാധ ഇറങ്ങും നിങ്ങളുടെ ബോഡിയിൽ നിന്ന്. നിങ്ങൾ മാത്രമാണ് അകത്തോട്ട് പോകുന്നത്, ബാധ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ബൈക്കിൻ്റെ പുറത്തൊരാൾ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. അവിടെ എത്തുമ്പോൾ ബൈക്കിൽ നിന്ന് തന്നെ പറയുന്ന ആളാ ഞാനിവിടെ ഇറങ്ങിയാട്ടാ, നിങ്ങൾ പോയിട്ട് വരാൻ പറയും, കാത്തിക്കും അവിടെ. നമ്മൾ വണ്ടിയായിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മുടെ മേത്തേക്ക് ഒറ്റ കയറ്റണം. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഞാനീ പറയണത് സത്യമാണോ ഇല്ലെന്ന് നിങ്ങൾക്ക് ഇതിൽ വിശ്വസിക്കാത്ത ഒരാളോട് ഞാൻ പറയണം, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളൊരു മണിക്കൂർ അമ്പലത്തിൽ സ്പെൻഡ് ചെയ്യുക. പവർഫുള്ളായിട്ടുള്ള അമ്പലങ്ങളിൽ പോകണ്ട, ചെറിയ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല, അവിടെ ബാധ ഉള്ളിൽ കയറും. പക്ഷേ കൊടുങ്ങല്ലൂർ കയറാൻ പേടിയാണ്, ചോറ്റനിക്കരൊക്കെ കയറാൻ പേടിയാണ്, കൊല്ലൂർ മാമ്പി കയറില്ല. അതേപോലത്തെ അമ്പലങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ സൈഡിലൊക്കെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. ദേവി നല്ല പവർഫുള്ളായിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ. അവിടെ ആ ബാധ അടുക്കൂല, ആ ഭാഗത്തേക്കേ വരില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയണത് സത്യമാണോ എന്നുള്ളത്. തിരിച്ച് നിങ്ങൾ ഇറങ്ങി വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ബാധ ഉണ്ടാവും, നിങ്ങൾ പിടിപിടിയുണ്ടാവും, ഒരു സംശയവും വേണ്ട. അപ്പം അങ്ങനെയുള്ള ആളുകൾ ആ ബാധകളെ ക്ഷേത്രത്തിൽ പോയാൽ അത് ബാധ പോവില്ല. അങ്ങനത്തെ ബാധകൾ നമ്മളതിനെ ആവാഹിച്ച് നമ്മളെടുത്ത് കളയുന്ന എന്തെങ്കിലും പ്രോഗ്രാമുകൾ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മളുടെ മഹാകാളി ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ഒന്നുമല്ല, സാധാരണക്കാരന് അഫോർഡ് ചെയ്യാവുന്ന ചാർജസൊക്കെ ഞാൻ വാങ്ങുന്നുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് ആ ചാർജ് എത്രയൊന്നും ഞാൻ പറയണില്ല, കാരണം അത് പറയാൻ പ്രായോഗികമായ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പറയുന്നില്ല. പക്ഷേ എന്നെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ ചാർജസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. ന്യായമായ ഒരു പൈസ, എന്നെക്കൊണ്ട് ഏറ്റവും മിനിമത്തിലുള്ള പൈസയാണ് ഞാൻ വാങ്ങുന്നത്. പക്ഷേ ഒരുപാട് ചെറിയ എമൗണ്ടിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ചെറിയ എമൗണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ കർമ്മം എനിക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ദേവി തന്നെ നിശ്ചയിച്ചേക്കുന്ന എമൗണ്ടിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതുവരെ അത് രണ്ടാമത് പരിഷ്കരിച്ചിട്ടില്ല ആ ഒരു ചാർജസ്. ഇനി എപ്പോഴാണ് ദേവി മാറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ പറയും, ദേവി എനിക്ക് ആ മെസ്സേജ് തരുമ്പോൾ ഞാൻ ആ ചാർജസ് വീണ്ടും ചിലപ്പോൾ പരിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇല്ല, അവിടെ തൽക്കാലം ഒന്നും പറയാത്തതുകൊണ്ട് ഇപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ
ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉള്ളവർ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ എത്രയും വേഗത്തിൽ മാറ്റിയെടുക്കാൻ നോക്കുക. കാരണം ആ എനർജി നിങ്ങളുടെ ബോഡിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ അവയവങ്ങളെയും കയറി പിടിക്കും. ഒരു സർക്കുലേഷൻ കുറക്കും, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ഓർഗൻസിനെ അവർ അറ്റാക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഓരോരോ പ്രശ്നങ്ങൾ വരും. ഈവൻ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായ പല രോഗങ്ങളും ഉണ്ടാകുന്നത് ഈ അറ്റാക്കിൽ നിന്നാണ്. എനിക്കൊരു സംശയമില്ലാണ്ട് ഇപ്പോൾ പറയാൻ പറ്റും. കാരണം ഈ ഒരു വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ്. ഇത്രയൊന്നും ഞാൻ എൻ്റെ അറിവിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഇത്രയൊന്നും. പണ്ട് ഞാൻ 25 വർഷത്തോളം റക്കീല ഹീലിങ്ങും ടീച്ചിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കിട്ടിയ അറിവ്, പ്രായോഗിക പരിജ്ഞാനം, അത് ഭയങ്കര വിലപ്പെട്ടതാണ് എനിക്ക്. കാരണം ലൈഫിൽ അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കാണുകയാണ്. കാരണം ഇത്രയും ഒരു എക്സ്പീരിയൻസ് ഇതിലൂടെ കിട്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ അടിവരായിട്ട് വീണ്ടും പറയുന്നത്, ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.